ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓട്ടോ ഐ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഓൾട്ടോ K10 ആണ്. ഇത് ഓൾട്ടോ K10ൻ്റെ VXi പ്ലസ് ആണ്, ഓട്ടോമാറ്റിക് മോഡലാണ്. ഈ വേരിയൻറ്റിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത് 5,44,000 രൂപയാണ്. ഇയർ എൻഡ് ഓഫേഴ്സ് കൊടുക്കുന്നത് അപ് ടു 40,000 ആണ്. ഇതിൻ്റെ ഓവറോൾ ലെങ്ത് വരുന്നത് 3530 mm, അതുപോലെ വിട്ട് വരുന്നത് 1490 mm ആണ്. ഓവറോൾ ഹൈറ്റ് വരുന്ന 1520 mm. വീൽ ബേസ് വരുന്നത് 2380 mm ആണ്. ഇതാണ് ഓൾട്ടോ K10ൻ്റെ ഹെഡ്ലൈറ്റ്. ഇതിനകത്ത് ഇൻഡിക്കേറ്ററും ഹെഡ്ലൈറ്റും അതുപോലെ പാർക്ക് ലൈറ്റും കൂടെ ഒന്നിച്ച് വരുന്ന ഒരു ചെറിയ ക്ലസ്റ്ററാണ്. സുസുക്കിയുടെ ലോഗോ വരുന്ന ഇതാണ് ഫ്രണ്ടിൽ. ഓൾട്ടോ K10ൻ്റെ എൻജിൻ ബേ ഇതാണ്. 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ് ഇതിന് വരുന്നത്. പരമാവധി ടോർക്ക് 89 Nm ആണ്. വാഹനം മാനുവലിലും അതുപോലെ ABS-ലും അവൈലബിൾ ആണ്. വശങ്ങളിലേക്ക് വരുമ്പോൾ 13 ഇഞ്ചിൻ്റെ ടയേഴ്സാണ് വരുന്നത്. അത് കൂടാതെ ഫ്രണ്ട് ടയറിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ ഇൻഡിക്കേറ്റർ കാണാം. സൈഡ് മിററിൻ്റെ ക്ലോസപ്പ്. 6 എയർ ബാഗ്സ് ഇതിന് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ഈ വണ്ടിക്ക് മാരുതി 1,00,000 കിലോമീറ്റർ അല്ലെങ്കിൽ 3 വർഷത്തേക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഓൾട്ടോ K10ൻ്റെ ചാവി സെറ്റ്, കീ സെറ്റാണിത്. 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ. സ്റ്റിയറിംഗിൽ നമുക്ക് സ്വിച്ച് കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗിൻ്റെ വലതുഭാഗത്തായിട്ട് ചാവീസ് കാണാം. അതിന് മുകളിലായിട്ട് ഇൻഡിക്കേറ്റേഴ്സിൻ്റെയും ലൈറ്റ്സിൻ്റെയും അഡ്ജസ്റ്റ്മെൻറ്റ് സ്വിച്ച് കാണാം. പിന്നെ റൈറ്റ് സൈഡിൽ നമുക്കൊരു AC വെൻ്റ് കൂടെ കാണാം. ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഇതിന് വരുന്നത്. അതൊരു ഫ്യൂൽ ഗേജ് കാണാം, സ്പീഡോമീറ്റർ, ടാക്കോമീറ്റർ, അതുപോലെ വാർണിംഗ് ലൈറ്റ്സ് ഒക്കെ കാണാം. ഒപ്പം ഗിയറിൻ്റെ ഡ്രൈവ് പൊസിഷൻസും കാണാൻ പറ്റും. ഫ്രണ്ട് AC വെൻസ് കാണാം. താഴെ 7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്, നോർമൽ ഡിസ്പ്ലേ. ഇതിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ്, പിന്നെ നാവിഗേഷൻ സിസ്റ്റം ഉണ്ട്. അവിടെ ഗാഡ്ജറ്റ്സ് ഒക്കെ ഇതിൽ കണക്ട് ചെയ്യാം. താഴെ നോർമൽ AC ആണ്, ACയുടെ സ്വിച്ചസ് കാണാം. അതോടൊപ്പം താഴോട്ട് നമുക്ക് 12 വോൾട്ട് ചാർജിങ് പോർട്ടും അതുപോലെ USB കണക്റ്റൊക്കെ കാണാം. പിന്നെ താഴെയും പോക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഇതാണ് ഓട്ടോമാറ്റിക്കിൻ്റെ ഗിയർ നോബ്. ഫ്രണ്ട് വൈസേഴ്സിൽ മിറേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല, രണ്ട് സൈഡിലും. റൂഫ് ലൈറ്റ്, ബ്ലൂടൂത്ത് മൈക്ക്, IRVM മിറർ. പിന്നെ ഫ്രണ്ട് ഡോറിന് മാപ്പ് പോക്കറ്റ്സിൻ്റെ സൈഡിലായിട്ട് ഇൻബിൽറ്റ് സ്പീക്കേഴ്സും കാണാം. ഇതാണ് K10ൻ്റെ ബാക്ക് ഡോർ വരുന്നത്. ബാക്ക് ഡോറിൽ ഇൻബിൽറ്റ് സ്പീക്കേഴ്സ് കാണാം. ഇനി ബാക്ക് സീറ്റിംഗ് നമുക്കൊന്ന് നോക്കാം. തരക്കേടില്ലാത്ത സ്പേസ് നമുക്ക് കാണാൻ കഴിയും. സീറ്റ്സ് മോശമില്ലാത്ത ഒരു കംഫർട്ട് തരുന്നുണ്ട്. നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറെന്ന് നോക്കുമ്പോൾ ഇത് നമുക്കൊരു വിധം നോക്കിയെന്ന് പറയാം. അഡീഷണൽ അക്സസറി കിറ്റിൻ്റെ ഭാഗമായിട്ട് ഈ സീറ്റ്സിൽ ഒരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ റിവേഴ്സ് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, സ്റ്റോപ്പ് ലൈറ്റ്, ഇതിൻ്റെ ഒരു ചെറിയ ക്ലസ്റ്ററായിട്ടാണ് ഇത് വരുന്നത്. ഓൾട്ടോ K10 ബാഡ്ജ്. റെയർ ഗ്ലാസിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്കൊരു സ്റ്റോപ്പ് ലൈറ്റ് കൂടെ കാണാം. K10ൻ്റെ ബാക്കിൽ സീറ്റ്സിൻ്റെ പുറകിലായിട്ട് ഒരു പാർസൽ ട്രേ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ ബാക്കിലെ ബൂട്ട് സ്പേസ് വരുന്നത് 214 ലിറ്റേഴ്സാണ്. ഒരു റിവേഴ്സ് ക്യാമറ കാണാം, പക്ഷെ അത് അഡീഷണൽ ആയിട്ട് ചെയ്യുന്നതാണ്. സ്പോയിലർ അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഈ വാഹനത്തിന് 27,990 ഒരു അഡീഷണൽ അക്സസറി കിറ്റ് ഈ പോപ്പുലർ എന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ റിവേഴ്സ് ക്യാമറ കണ്ടതും അതുപോലെ വീൽ ആർച്ചസ്, ഡോർ ക്ലാഡിങ്, അതുപോലെ മറ്റ് കുറച്ച് അക്സസറി കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്.